വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് വജൈനിസ്മസ്. അവിടെ നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണം. ഇവിടെ ഈ പേഷ്യൻ്റ് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. അപ്പം പേഷ്യൻ്റ് നമ്മൾ ആങ്സിയോലൈറ്റീസ് കൊടുക്കണം. നമ്മൾ നമ്മളൊരു സൈക്കോളജി കൺസൾട്ടേഷൻസ് ആയിരമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പേരൻസ് പലപ്പോഴും വില്ലിങ് ആയിരിക്കത്തില്ല. തങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയൊക്കെ അവർ കൂടിയ മരുന്നുകൾ കൊടുക്കും. പിന്നെ അവർ മാനസിക രോഗത്തിലോട്ട് പോകും. ഇങ്ങനെയുള്ള ഭയമൊക്കെ അവർക്കുണ്ട്. അങ്ങനെയല്ല, അവരൊരു ചെറിയൊരു ആങ്സിലൈറ്റീസ് കൊടുക്കുന്ന സഹായകരമാണ്. അവരൊരു കൗൺസിലിംഗ് അവരെ സഹായകരമാണ്. അപ്പോൾ പേരൻസിന് ഒരു ഓപ്പൺ ആറ്റിറ്റ്യൂഡ് വേണം. ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു സെക്സോളജിസ്റ്റ് മാത്രമല്ല അവിടെ ഇൻവോൾവ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വരണം. അപ്പോൾ അതായത് അവിടെ ആ ഒരു അണ്ടർലൈങ് അവരുടെ ആ ഹിസ്റ്ററിയും അവരുടെ ആ മൈൻഡ് ഇൻഫ്ലുവൻസും അവരുടെ ബിഹേവിയറൽ തെറാപ്പിയിലും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അപ്രോച്ച് പേരൻസിൻ്റെ സൈഡിൽ നിന്നും ദമ്പതികളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഇപ്പം നമ്മൾ ഈ മരുന്നുകൾ കഴിച്ച് പിന്നീട് അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുന്നുള്ള ചിന്തകളൊക്കെ ആ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ.